അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, തഫ്ഹീമു തിലാവയുടെ എഴുത്തു പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും തഫ്ഹീമു തിലാവയുടെ ഒന്നാം ഭാഗം മുഴുവനായും രണ്ടാം ഭാഗത്തിലെ 9 പാഠം ലബിയുൻ എന്നുള്ളത് വരെ ഇത്രയും ഭാഗങ്ങളാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത്. നിർബന്ധമായും എല്ലാ അക്ഷരങ്ങളും നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് എഴുതാനും വായിക്കാനുമൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല രൂപത്തിൽ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കണം. നമ്മൾ നേരത്തെ തഫ്ഹീമു തിലാവയുടെ ഒരു ഫുൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ നിർബന്ധമായും കാണുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ലിങ്ക് നമ്മളിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ കാണണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമുക്കുള്ളത്. ഒന്നാമത്തത് ചിത്രം നോക്കി പേരെഴുതാം. ഇവിടെ ജിറാഫ്, അതുപോലെ കുതിര, കാള, ഡോക്ടർ, മാന്, ഇങ്ങനെ 5 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ അറബിയിൽ എന്താണ് പറയുക? അതാണ് ഇവിടെ ഈ ഓരോ ബോക്സിലും എഴുതേണ്ടത്. വിദ്യാർത്ഥികൾ നേരെ ശ്രദ്ധിക്കണം. ജിറാഫിന്റെ ഈ ഒരു പാഠം നമ്മൾ ഏത് അക്ഷരം പഠിക്കാൻ വേണ്ടി പഠിച്ചതായിരുന്നു? പഠിക്കാൻ വേണ്ടി പഠിച്ചതായിരുന്നു. അപ്പൊ ജിറാഫിന് നമ്മൾ എന്താ പറയാ? സറാഫത്തുൻ എന്നാ പറയാ. സറാഫത്തുൻ. നമ്മൾ റായിന്റെ മുകളിൽ കുത്തിട്ടിട്ടുള്ള ഉണ്ടല്ലോ. അപ്പൊ സറാഫത്തുൻ എന്ന് ഈ ബോക്സിൽ എഴുതണം. വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കണം. സറാഫത്തുൻ എന്ന് ഇവിടെ എഴുതണം. അടുത്തത് കുതിരക്ക് നമ്മൾ എന്താ പഠിച്ച്? പഠിച്ച പാഠം അല്ലെ? എന്നുള്ള അക്ഷരം നമ്മൾ പരിചയപ്പെട്ടത് ഏത് വാക്കിലൂടെയാണ്? ഖൈലുൻ. ഖൈലുൻ എന്നുള്ള വാക്കാണ്. ഖൈലുൻ എന്ന് പറഞ്ഞാൽ കുതിര. അപ്പൊ ഖൈലുൻ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ഇനി അടുത്തത് കാള. കാളയെ നമ്മൾ പരിചയപ്പെട്ടത് ഏത് അക്ഷരത്തിലാണ്? ആണ്. സൗറുൻ. സൗറുൻ എന്ന് പറഞ്ഞാലാണ് കാള. അപ്പൊ ഇവിടെ സൗറുൻ എന്ന് എഴുതി കൊടുക്കണം. ഇതാരാ? ഇത് ഡോക്ടറാണ്. ഡോക്ടർ നമ്മൾ എന്ത് വാക്കാ പറഞ്ഞത്? നമ്മൾ ലാസ്റ്റ് പഠിച്ച പാഠത്തിൽ തൊബീബുൻ. തൊബീബുൻ. തൊബീബുൻ എന്ന് പറഞ്ഞാൽ ആരാ? ഡോക്ടറാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? തൊബീബുൻ എന്ന് എഴുതി കൊടുക്കണം. തൊബീബുൻ. അപ്പൊ ബി എന്ന് നീട്ടാൻ, കസറിനെ നീട്ടാൻ ഏതാണ്? യാ ആണ്. അതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫതഹിനെ നീട്ടാൻ അലിഫ്, കസറിനെ നീട്ടാൻ യാ, ലൊമ്മിനെ നീട്ടാൻ വാവ്, അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. നേരത്തെ ഇവിടെ സറാഫത്തുൻ എന്ന് എഴുതിയപ്പോ റാ നീട്ടാൻ, റായിന് ഫതഹല്ലേ, അപ്പൊ ഫതഹിനെ നീട്ടാൻ അലിഫ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ ബീനെ നീട്ടാൻ യാ, അതെല്ലാം വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഇനി ഇത് ഏതാണ്? മാനാണ്. മാനിനെ നമ്മൾ എന്താ പറയാ? നമ്മൾ അവസാനത്തെ പാഠം ലബിയുൻ. ലബിയുൻ എന്ന് പറഞ്ഞാൽ മാന്. അപ്പൊ ഇവിടെ ലബിയുൻ എന്ന് എഴുതി കൊടുക്കണം. ഇനി അടുത്തത് രണ്ടാമത്തത് കൂട്ടി എഴുതാം. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. അർകാനുൽ ഈമാനി സിത്തത്തുൻ. അങ്ങനെ ഓരോ സിംഗിൾ ആയിട്ട് ലെറ്റർ ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ 3 ബോക്സിലായിട്ട് അത് എഴുതി കൊടുക്കണം. അപ്പൊ ഇവിടെ അർക്കാനുൽ ഈമാനി സിത്തത്തുൻ. ആ രൂപത്തിൽ നമ്മൾ 3 ബോക്സിലായിട്ട് ഇതിനെ കൂട്ടി എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ബോർഡിൽ നോക്കി എഴുതാം. ഇവിടെ കുറച്ച് വേർഡുകൾ ഉണ്ട്. അത് നമ്മൾ നേരെ നോക്കിയിട്ട് ഈ ബോക്സിലേക്ക് എഴുതാണ് വേണ്ടത്. ബോർഡിൽ എന്തെല്ലാം വാക്കുകളാണ് ഉള്ളത്? ഒന്ന് സബ്ബൂറത്തുൻ, ഹാത്തിഫുൻ, ഷലീകുൻ, ഫനസുൻ, ഉമ്മി, ഹജ്മുൻ. അപ്പൊ ഈ ഓരോ വാക്കുകൾ ഓരോ ബോക്സിൽ എഴുതുകയാണ് വേണ്ടത്. നോക്കി എഴുതുന്ന സമയത്ത് ഒരിക്കൽ പോലും അക്ഷരത്തെറ്റുണ്ടാവാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടെയാണ് നോക്കി എഴുതേണ്ടത്. ഇനി അടുത്തത് താഴെ കൊടുത്ത അക്ഷരങ്ങൾ എടുത്ത് എഴുതുക. ഇവിടെ കുറെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ഹംസ, സ, ഹ, ഖ, ദാല്, സ, ത, ല, ഖാഫ്, ഷീൻ. ഈ അക്ഷരങ്ങൾ ഈ ഓരോ റൗണ്ടിലേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ തഫ്ഹീമു തിലാവയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ തന്നെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.